ഹലോ വെൽക്കം ടു ദി ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഗോൾഡൻ ബെറീസ്. അപ്പം മമ്മി എന്ത് പിടിച്ചുകൊണ്ടാണ് ഇവിടെ പോസ് ചെയ്തതെന്നാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. എല്ലാവർക്കും ഒന്നും മനസ്സിലായി കാണില്ലെങ്കിലും ചിലർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലേ. അങ്ങനെ പഴയ തലമുറക്കാരുടെ ഫേവററ്റ് ആണ്. പുതിയ തലമുറയുടെ കാര്യം എനിക്കറിയില്ല. എന്നെപ്പോലെയുള്ളവർക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാവുമെന്നും എനിക്കറിയില്ല. ബിക്കോസ് ഇതിവിടെ മമ്മിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രമല്ല, പഴയ കാലത്തെ കറികളും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പുതിയ തലമുറയെ പോലെ ചിക്കൻ കറിയും പ്രോൺസും പിന്നെ എന്താണ് കുക്കീസും ഇതൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയുള്ളൂ കേട്ടോ. ഇതൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മമ്മി തന്നെ വേണം കേട്ടോ. അപ്പം മമ്മി എൻ്റെ നാരൊക്കെ കയ്യെ ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. മമ്മി പറയുന്നത് ഇത് ഈസിയാണെന്നാണ്. ബിക്കോസ് മമ്മിക്ക് ചെയ്ത് ശീലമുണ്ടല്ലോ. എനിക്ക് പക്ഷേ ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് കാണുമ്പോൾ എന്തോ ആനക്കായുവാൻ തോന്നുന്നുണ്ട്. എന്നിരുന്നാലും ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് മമ്മിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ മമ്മിക്ക് തേങ്ങയൊക്കെ തിരുമ്മി ഉള്ളിയൊക്കെ പൊളിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി കാണുന്നവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, മമ്മി എന്തോ ആനക്കാര്യം ചെയ്തിട്ട് നീ ഇവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. സൈഡിൽ മമ്മിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുത്തിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ദേ കോഴിയും താറാവും ഒക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിലൊരു 2 താറാവും ഒരു 3 കോഴിയുണ്ട്. അതിങ്ങനെ കുക്കുകയും കൂവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും നോയ്സ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ എൻ്റെ പപ്പ ഇവിടെ നിന്ന് തൂക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൗണ്ട് ആകുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. വീട്ടിൽ ഞാനും മമ്മിയും എത്ര തൂത്താലും ശരി, പപ്പായ്ക്ക് ചൂലിട്ടൊന്ന് വലിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ. അങ്ങനെ പപ്പ എപ്പോഴും ഇങ്ങനെ തൂത്ത് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാതെ ഒറിജിനൽ സൗണ്ട് ഇടാം എന്ന് വിചാരിച്ചാലും കൊച്ചെന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദേ മമ്മി അതൊക്കെ കട്ട് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ അതിനാവശ്യമായത് തേങ്ങായും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളി ചുവന്നുള്ളി പിന്നെ ഉപ്പ്, എരിവിനാവശ്യത്തിന് പച്ചമുളക് ഒക്കെ ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയിൽ ധാരാളം ചിലന്തികളും വല കെട്ടാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കറിവേപ്പില അങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ദേ നമ്മൾ തോരൻ വെക്കാൻ പോവാണ്. ഇവിടെ എന്ത് പരിപാടിയാണെങ്കിലും ഉരുളിയില്ലാത്ത ഒരു സംഭവമില്ല. അങ്ങനെ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, വറ്റൽമുളക് ഇട്ടു. പിന്നെ എന്താണ് നമ്മുടെ അരപ്പിട്ട് കൊടുത്തു. അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടു. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. പ്രത്യേകിച്ച് വീട്ടിലാർക്കെങ്കിലും ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഹെൽത്തി തോരനാണ് കേട്ടോ. എൻ്റെ ഇവിടെ മമ്മിക്ക് ഷുഗർ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മമ്മിക്ക് ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. പിന്നെ സമയവും സന്ദർഭവും പോലെ ഇതെല്ലാം കളയാതെ എടുക്കാറുണ്ട് കേട്ടോ. എപ്പോഴും വിചാരിക്കും വാഴപ്പിണ്ടി എടുക്കണമെന്ന്. പക്ഷെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് മൂലം എടുക്കാൻ പറ്റാറില്ല. മമ്മി ഒരുപാട് മെനക്കെടുത്തി ജോലി ചെയ്യിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ മമ്മിക്ക് ഇതൊക്കെ സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്. അപ്പോൾ ദേ മമ്മി അതവിടെ നിന്ന് സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ സൈഡിൽ കൂടെ പയറൂടെ ഇട്ടാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. പയറും വാഴപ്പിണ്ടിയും കൂടെ ചേർത്താണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. പഴയ കാലത്തെ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ പ്ലീസ് ട്രൈ ഇറ്റ് നൗ അറ്റ് ഹോം. അപ്പോൾ ദേ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. കൂടെ ഞാൻ ചിക്കൻ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആകെ അറിയാവുന്ന ഒരു അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു സംഭവമാണ് കേട്ടോ ചിക്കൻ കറി. ബാക്കിയൊക്കെ ഉണ്ടാക്കുമെങ്കിലും ചിക്കൻ കറി എൻ്റെ പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് കാസറോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് കാസറോളിൽ വെക്കുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, ചൂട് പോകാതെ ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.